ഉക്രൈനും നമസ്തേ. അമേരിക്കയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സമാധാന ചർച്ച, പൂർവ്വധാതു കൈമാറ്റ കരാർ പരാജയപ്പെട്ടിരിക്കുന്നു. അത് നടന്നിട്ടില്ല. ഇനിയിപ്പോ ഈ യുദ്ധം സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു സാധ്യത ഇല്ല എന്നാണോ കരുതേണ്ടത്? അതോ അമേരിക്ക പൂർണ്ണമായും റഷ്യയോടൊപ്പം നിന്ന് ഒരു യുദ്ധം പ്രതീക്ഷിക്കാമോ? ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, അതായത് 3 കൊല്ലമായി യുദ്ധം തുടങ്ങിയിട്ട്, ഈ യുദ്ധത്തിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത തൽക്കാലത്തേക്ക് ഇല്ലാതായിരിക്കുന്നു. അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ കാരണം ഇന്നലെ അമേരിക്കയും യുക്രൈനും തമ്മിൽ യുക്രൈനിലെ അപൂർവ ധാതുക്കൾ, അതായത് റയർ എർത്ത് മിനറൽസ് അവിടുന്ന് മൈൻ ചെയ്തെടുക്കാനുള്ള അവകാശം അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ടുള്ള ഒരു കരാർ ഒപ്പുവെക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ആ കരാർ ഒപ്പുവെക്കുന്നതിൽ നിന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി യുക്രൈനും റഷ്യയും തമ്മിൽ വെടിനിർത്തലിന്, അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഒരു വെടിനിർത്തലിന് ഒരു സാധ്യതയും തൽക്കാലമില്ല എന്ന് തന്നെയാണ് പറയാം. കാരണം യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നത് ഈ ധാതുലവണങ്ങൾ ഖനനം ചെയ്യാനുള്ള കരാർ അമേരിക്കയ്ക്ക്, അതായത് അമേരിക്കയുടെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ യുക്രൈന് എല്ലാ കാലത്തേക്കുമായി സുരക്ഷ ഉറപ്പുവരുത്തുന്ന ചില വകുപ്പുകൾ ഈ കരാറിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള വകുപ്പുകൾ കരാറിൽ കൂട്ടിച്ചേർക്കാൻ അമേരിക്ക തയ്യാറായില്ല. കാരണം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അറിയാമായിരിക്കാം റഷ്യയെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യ ഇതിനെ ശക്തമായി എതിർക്കുമെന്നും അങ്ങനെ അമേരിക്കൻ സൈന്യത്തിന്റെയോ നാറ്റോ സൈന്യത്തിന്റെയോ സാന്നിധ്യം യുക്രൈനിൽ ഉണ്ടായാൽ ഈ യുദ്ധം നിർത്തില്ല എന്നും അമേരിക്കയ്ക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ക്ലോസ് ഈ കരാറിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് വിമുഖത പ്രകടിപ്പിച്ചത്. അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ വിഷയം, ഇങ്ങനെ ഒരു അതായത് അമേരിക്കയ്ക്ക് ഫ്രീ ആയിട്ടൊന്നും യുക്രൈന് കൊടുക്കാനില്ല. ട്രംപ് അവകാശപ്പെട്ടത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ 3 കൊല്ലത്തിനിടയിൽ 500 ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്, അങ്ങനെ 500 ബില്യൺ US$ യുക്രൈന് അമേരിക്ക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ സെലൻസ്കി അതിനെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു 500 ബില്യൺ ഒന്നും തന്നിട്ടില്ല, 100 ബില്യൺ തന്നിട്ടുണ്ട്. തന്നത് ഗ്രാൻഡായിട്ടാണ്, അല്ലാതെ കടവായിട്ടല്ല, സൗജന്യമായിട്ട് കൊടുത്തതാണ് മുൻ ഭരണകൂടം. അപ്പം ഇതിന്റെ അർത്ഥം കടത്തൊട്ട് അതുപോലെ അപൂർവ ധാതുക്കൾ ഖനനം ചെയ്യുന്നത് തൊട്ട് വെടിനിർത്തൽ വരെയുള്ള എല്ലാ കാര്യത്തിലും ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വിയോജിപ്പുണ്ട്, വളരെ വ്യക്തമായ വിയോജിപ്പുണ്ട്. ഈ വിയോജിപ്പ് ഇന്നലെ പുറത്തു വരികയും പരസ്യമായി പുറത്തു വന്നു. അതായിരുന്നു അതിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവ വികാസം. അതായത് രാവിലെ അവിടെ ചർച്ചകളൊക്കെ നടന്നു. ചർച്ചകൾക്ക് ശേഷം വൈറ്റ് ഹൗസിൽ വെച്ചിട്ടാണ്, ഓവൽ ഓഫീസ് എന്ന് പറയും, ആ പ്രസിഡന്റിന്റെ അവിടെ വൈറ്റ് ഹൗസിൽ വെച്ച ചർച്ചകൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ സെലൻസ്കിയും പിന്നീട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇവിടെ പത്രപ്രവർത്തകരെ കണ്ടു. ഈ പത്രപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഇവർ തമ്മിൽ കൂട്ടത്തല്ലെന്ന് വെച്ചാൽ ശാരീരികമായി ആക്രമിച്ചു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ തമ്മിൽ വാക്പോര് തുടങ്ങി. ഇതിന്റെ തുടക്കം ഈ ട്രംപിനൊരു ചെറിയ ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹം പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ തന്നെക്കാൾ ശക്തി കുറഞ്ഞ ആൾക്കാരെ അദ്ദേഹം ഒന്ന് ചൊറിയും. അതുപോലെ ചില ചെറിയ ചൊറിച്ചിലുകളൊക്കെ നടത്തി. അതിൽ തുടക്കം എന്ന് പറയുന്നത് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു, ഞങ്ങൾക്ക് യൂറോപ്പും അമേരിക്കയും നൽകിയ സഹായം വലിയ സഹായമാണ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഫ്രാൻസ് അത്ര വലിയ സഹായമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സെലൻസ്കി ട്രംപിനെ തിരുത്തി സഹായം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഇതിനെ തുടർന്ന് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇടയ്ക്ക് കയറി, JD വാൻസ് ഇടയ്ക്ക് കയറി സംസാരിച്ചു. ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും എതിരാളികളോട് അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ നേതാക്കന്മാരെ ഒന്ന് കളിയാക്കുമെങ്കിൽ അത് തമാശയുടെ രൂപത്തിൽ മാത്രമല്ല, ആ ഒരു സിറ്റുവേഷൻ കൈവിട്ടു പോകാതിരിക്കാനുള്ള ചില തന്ത്രങ്ങൾ ഡൊണാൾഡ് ട്രംപിനുണ്ട്. കാരണം അയാളൊരു ബിസിനസ്സുകാരനാണ്. ഈ ബിസിനസ് ഡീൽ എന്ന് പറയുന്നത് അയാളൊരു ഹാർഡ് നെഗോഷിയേറ്ററാണ്. അപ്പം അതിനുവേണ്ടി എതിരാളിയെ അയാൾ ഒന്ന് വരട്ടും, ഒന്ന് കളിയാക്കും ഒക്കെ ചെയ്യും.
പക്ഷേ കൈവിട്ടു പോകാൻ പുള്ളി സമ്മതിക്കത്തില്ല. അയാൾ വളയ്ക്കുകയേ ചെയ്യത്തുള്ളൂ, ഒടിക്കില്ല. പക്ഷെ അത് ദൗർഭാഗ്യവശാൽ ഇതിനിടയ്ക്ക് ചാടിക്കേറി വന്ന JD വാൻസ് ഈ സ്ഥിതിഗതികളാകെ കുഴച്ചുമറിച്ചിലുണ്ടാക്കി. JD വാൻസിന് ട്രംപിനോട് തന്റെ കൂറ് പുറത്ത് പ്രഖ്യാപിക്കണം, അതൊരു കാര്യം. പക്ഷെ അതിന് അദ്ദേഹം സ്വീകരിച്ച ഒരു വാക്കുകൾ അത് കൈവിട്ടുപോയി. പിന്നീട് ട്രംപ് വളരെ രൂക്ഷമായിട്ട് സംസാരിക്കുന്നു. പിന്നെ സെലൻസ്കി അദ്ദേഹത്തിനെ എതിർക്കുന്നു. ട്രംപ് പറഞ്ഞു, നിങ്ങൾക്ക് ഒട്ടും നന്ദിയില്ലാത്ത വ്യക്തിയാണ്. അത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ നീ ഒരു നന്ദി കെട്ടവനാണെന്നുള്ള അത് തന്നെ, യു ആർ നോട്ട് താങ്ക്ഫുൾ എന്ന് തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞു. പിന്നെ അപ്പോ സെലൻസ്കി അതിനെ നിഷേധിച്ചു. ഞാൻ 20 വട്ടം അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതങ്ങനെ കൈവിട്ടു പോയി. ഒടുവിൽ അവര് വിയോജിപ്പോടെ തന്നെ രംഗം കാലിയാക്കുകയാണ്. അതിനെ തുടർന്നാണ് ഈ കരാർ ഒപ്പിടുന്നതിൽ നിന്നും പിന്നെ വ്ളാഡിമിർ സെലൻസ്കി പിന്മാറിയത്. ഇത് തീർച്ചയായിട്ടും വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സാധ്യത ഇല്ലാതാക്കിയിരിക്കാനാണ്. അപ്പോ ട്രംപ് ആരോപിക്കുന്നത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് സെലൻസ്കി ലോകത്തെ കൊണ്ടുപോകുന്നു എന്ന രീതിയിലാണ് ട്രംപ് ആരോപിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഈ വരുന്ന ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോ ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം പുടിനെ അനുകൂലിച്ചാൽ, പരസ്യമായി അനുകൂലിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്നുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഇവരുടെ ഒരു പ്രവർത്തനത്തിൽ നിന്ന് കാണുന്നത്. ഇത് കാരണം ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തൽക്കാലം ഇല്ല എന്ന് തന്നെ വളരെ കൃത്യവും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, ഇതിനകത്തിൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് യൂറോപ്പിനെ കുറിച്ച് ട്രംപിന് വലിയ ബഹുമാനമൊന്നുമില്ല. അത് ഈ ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ ബന്ധങ്ങളുണ്ട്, കാലം തെളിയിച്ച സൗഹൃദമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ട്രംപ് അവർക്കിട്ടും ചെറിയ കുത്തുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ ട്രംപ് ഈ പത്രസമ്മേളനം വളരെ ഒരു തമാശ കലർന്നായിരുന്നു. അതായത് ട്രംപ് പറഞ്ഞു, യു ഡോണ്ട് ഹാവ് എനി കാർഡ്സ് എന്ന് പറഞ്ഞു. അത് രണ്ടർത്ഥമുണ്ട്. നമ്മൾ ചീട്ട് കളിക്കുമ്പോൾ നിന്റെ കയ്യിൽ കാർഡൊന്നും ഇല്ല എന്ന് പറയുന്നത് ആ ഒരർത്ഥം. പക്ഷെ പ്രായോഗിക തലത്തിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിനക്കിനി വേറെ ഗതിയൊന്നും ഇല്ല എന്നാണ് യു ഡോണ്ട് ഹാവ് എനി കാർഡ് എന്ന് പറഞ്ഞ അതിന്റെ മീനിങ്. അപ്പൊ സെലൻസ്കി നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചൊരു മറുപടി കൊടുത്തു, ഐ ആം നോട്ട് പ്ലേയിങ് കാർഡ്സ്. യുക്രൈനിയൻസ് ആർ ഓൾസോ നോട്ട് പ്ലേയിങ് കാർഡ്സ്. വി ഹാവ് ബീൻ ഗെറ്റിംഗ് കിൽഡ്. നമ്മൾ ഓരോ ദിവസവും 100 കണക്കിന് ഉക്രൈനിയൻ പൗരന്മാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക, ഞങ്ങള് ചീട്ടുകളിയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ട്രംപിന് അത് ഭയങ്കര ദേഷ്യമായി. കാരണം അയാളെ കളിയാക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ഇന്നലെ അല്ലെങ്കിൽ തന്നെ ട്രംപും സെലൻസ്കിയും തമ്മിൽ അത്ര വലിയൊരു സൗഹൃദം പണ്ട് തൊട്ടേ ഇല്ല. ഈ പത്രസമ്മേളനം എടുത്ത് പരിശോധിച്ചാൽ അത് വളരെ ഒരു കൗതുകരമായ ഒരു പത്രസമ്മേളനമായിരുന്നു. അതായത് ഈ പത്രസമ്മേളനത്തിനിടയ്ക്ക് ട്രംപ് ഈ സമയം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശരിക്കും തന്റെ മുൻഗാമികൾ, അതായത് പിന്നെ ബറാക്ക് ഒബാമയെയും അതുപോലെ ജോ ബൈഡനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ അവസരം ഉപയോഗിച്ചത്. പക്ഷെ സെലൻസ്കി അതിനോട് പിന്നെ പരസ്യമായിട്ട് ആ കാര്യത്തിലൊന്നും പുള്ളി അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം തന്റെ വിയോജിപ്പുകൾ പലയിടത്തും പ്രകടിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും 2020 ട്രംപ് ആയിരുന്നല്ലോ പ്രസിഡന്റ്. അപ്പൊ ആ സമയത്തും റഷ്യ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിരുന്നു എന്നതായിട്ട് സെലൻസ്കി പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, സെലൻസ്കി പറയുന്ന ഇവർ 2014 തൊട്ട് ക്രീമിയ, ഡോൺബാസ് ഇവിടൊക്കെ ആക്രമിച്ച് റഷ്യ കീഴടക്കിയപ്പോൾ അന്ന് ഒരു വെടിനിർത്തൽ കരാറുണ്ടായി. ആ കരാർ ഏകപക്ഷീയമായിട്ട് പിന്നെ വ്ളാഡിമിർ പുടിൻ 2019 ലംഘിച്ചു. അങ്ങനെയുള്ള വ്ളാഡിമിർ പുടിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നാണ് സെലൻസ്കി ട്രംപിനോട് ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു മേഖലയിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പം ഈ പിന്നെ യുക്രൈനിലെ പത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്നലെ പ്രകടിപ്പിച്ച ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മൾ നട്ടല് നിവർത്തി യുദ്ധം ചെയ്ത് പടക്കളത്തിൽ മരിച്ചു വീണാലും ശരി, ഈ ട്രംപിനെ പോലുള്ള അമേരിക്കയിലെ പണക്കാരുടെ മുമ്പിൽ മുട്ടിലഴേണ്ട ഗതികേട് നമുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ട്രംപിന് ഒരുപാട് ബിസിനസ് താല്പര്യങ്ങളാണ് യുക്രൈനെ സംബന്ധിച്ചുള്ളത്. ഈ യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫണ്ടിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് ആയിരിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്.
അതിനോട് യുക്രൈൻ യോജിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ തമ്മിലുള്ള ഇന്നലത്തെ നമ്മൾ പത്രസമ്മേളനത്തെ കണ്ടത് വെറുതെ ഉള്ള ഒരു തൽക്കാലം ഉണ്ടായ ഒരു ഭിന്നതയൊന്നുമല്ല. അത് JD വാൻസിന്റെ ഒരു ചില വാക്കുകൾ എരുതിയിൽ എണ്ണ ഒഴിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ഇവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ട് ഒരു യോജിപ്പുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അമേരിക്കയുടെ ആഗ്രഹം യുക്രൈന്റെ പുനർനിർമ്മാണം മുഴുവൻ അമേരിക്കയുടെ കൈകളിലൂടെ ആയിരിക്കണമെന്ന്. അപ്പോൾ പക്ഷേ ഇക്കാര്യത്തിൽ വ്ളാഡിമിർ സെലൻസ്കി ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമുള്ള ധാതുക്കളും ഫണ്ടും യുക്രൈന് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു അഭിപ്രായ ഭിന്നതയാണ് അവിടെ നിലനിൽക്കുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ കമ്പനികൾക്കും യുക്രൈൻ പുനർനിർമ്മാണത്തിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാവണം. ഈ താല്പര്യങ്ങൾ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ സെലൻസ്കിക്ക് പറ്റില്ല. അപ്പം ഇത് കാരണമാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ പിന്നിൽ ബിസിനസ് താല്പര്യങ്ങളാണ്. തൽക്കാലം എന്തായാലും ഈ യുദ്ധം ബിസിനസ് താല്പര്യങ്ങൾ കാരണം ഈ യുദ്ധം ഒരിക്കലും തൽക്കാലത്തേക്ക് അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ വളരെ വ്യക്തമായ സൂചന നൽകിയാണ് ഇന്നലത്തെ അവരുടെ ചർച്ച നടന്ന് അത് പരാജയപ്പെട്ടു. അതാണ് ഇന്നലെ സംഭവിച്ചത്. തീർച്ചയായിട്ടും എന്തായാലും ഉക്രൈൻ അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം ഇവിടെ അവസാനിക്കുമെന്ന് നമ്മളൊക്കെ കരുതിയെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നത്. ഒരു ബിസിനസ് താല്പര്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുടെയോ ഒക്കെ പുറത്ത് ഒരു യുദ്ധത്തിൻ്റെ സമാനം, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ 3ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകാതെ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ് എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അഭിപ്രായം. അങ്ങനെ ഒരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവിടെ അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ. പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അടുത്തൊന്നും ഈ സംഘർഷം തീരാൻ പോകുന്നില്ല എന്ന സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.